മുടങ്ങിയ നിശ്ചയമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, പൊറത്തു. കല്യാണമായിരുന്നെങ്കിൽ ഈ മണവാളിനൊരു കൊലയാളിയായി മാറുമായിരുന്നു. എന്താ നിന്റെ പ്ലാൻ? എടാ ചോദിച്ചത് കേട്ടില്ലേ? പ്ലാൻ ആ പെണ്ണിന്റെ കാര്യത്തിലാണോ? എന്റെ കാശിന്റെ കാര്യത്തിൽ. കാശിന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ ബ്രെയിൻസിൽ കുറെ ബുദ്ധികൾ ഉദിച്ചു വരുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവന് കാശ് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ബ്രെയിനേ ഇല്ല. അല്ലെങ്കിൽ ഇയാള് വിളിച്ചപ്പോ താൻ ബോംബെന്ന് വണ്ടി എടുത്ത് വരേണ്ട വല്ല കാര്യമുണ്ടോ? ചുപ്രഹോ കുത്ത്. ഞാൻ എന്ത് ക്ഷമിക്കും, പക്ഷെ എന്റെ ബ്രെയിനിൽ തൊട്ട് കളിക്കരുത്. സംശ ഇല്ലാത്ത സാധനത്തിൽ തൊട്ട് കളിച്ച ഈ അനുപം കേറ് ഒരു പണ്ടാറ. ധർമ്മേന്ദ്ര ബി ഹരീന്ദ്ര, ഒരു മിനിറ്റ്. നിന്റെ ജ്യേഷ്ഠൻ കേൾക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ടേക്ക് മാറി നിന്നത് രഹസ്യമാ. നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. ആലോചിക്കും മിസ്റ്റർ ഹരി, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമോ? വരും, പക്ഷേ ഞാൻ വിളിക്കില്ല. അതൊന്നും പറഞ്ഞ പറ്റില്ല. നീ വിളിക്കുന്നു, അവൾ വരുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടി നല്ലൊരു ഹോട്ടൽ റൂമിൽ മുറിയെടുക്കുന്നു. അവളോട് കടഞ്ഞു